കൂടപ്പുറപ്പുകളെ നമസ്കാരം. ഞാൻ പ്രവീൺ വല്ലച്ചിറ. ഞാൻ ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചാത്തക്കുട എന്ന സ്ഥലത്താണ്. എൻ്റെ വീഡിയോസിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തും. നമ്മുടെയൊക്കെ ജീവിതയാത്രകളിൽ ഉപജീവന മാർഗത്തോടൊപ്പം തന്നെ കലാപരമായിട്ടുള്ള കഴിവുകളും നമ്മൾ കൂടെ കൂട്ടാറുണ്ട്. പക്ഷേ കുറെ കൂടി പോകുമ്പോൾ കലാപരമായിട്ടുള്ള കഴിവുകൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാറില്ല. പക്ഷെ ഉപജീവന മാർഗത്തോടൊപ്പം തന്നെ കലാപരമായിട്ടുള്ള കഴിവുകളും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു അതുല്യ കലാകാരനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കലാകാരൻ നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. ആളൊരു ബസ് ഡ്രൈവറും കൂടിയിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പൊ അനിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമസ്കാരം അനിച്ചേട്ടാ, അപ്പൊ ഏത് തരം പാട്ടുകളാണ് അനിച്ചേട്ടാ എഴുതാറുള്ളത്? ഞാൻ കൂടുതലും ഭക്തിഗാനങ്ങളാണ് എഴുതാറ്. പിന്നെ നാടകം, പിന്നെ ഓണപ്പാട്ടുകൾ ചെയ്യാം. ഓക്കെ. അപ്പോൾ എത്ര പാട്ടുകൾ ഇപ്പോൾ ഈ കാലയളവിൽ എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ടാവും അനിച്ചേട്ടൻ? ഇപ്പോൾ എൻ്റെ ഒരു 180ഓളം പാട്ടുകൾ കാസറ്റുകളിൽ 180ഓളം പാട്ടുകൾക്ക് കാസറ്റ് വന്നിട്ട് 10 കാസറ്റ് 11 കാസറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് പാട്ടെഴുത്താണോ? പാട്ടെഴുത്തുണ്ട്, അതിൽ സംഗീതം ചെയ്തിട്ടുണ്ട്. സംഗീതം ഒരു 5-6 കാസറ്റ് ഞാൻ തന്നെയാണ് നേരിട്ട് സംഗീതം. അപ്പൊ ഈ ആറ് ആൽബങ്ങൾക്കാണ് ചേട്ടൻ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അനി ചേട്ടാ, അപ്പൊ ഇപ്പൊ ചെയ്ത് വെച്ചിട്ടുള്ള ഈ കാസറ്റുകൾ ഉണ്ടല്ലോ, ഈ ആൽബങ്ങൾ, അപ്പൊ അതിന്റെ പേരുകളൊന്ന് ഓർമ്മയിൽ നിന്ന് പറയാൻ പറ്റുമോ? പറയാലോ, അതിനെന്തോ കുഴപ്പം. അയ്യപ്പ ദർശനം, എൻ്റെ തട്ടകം വല്ലച്ചിറ, ഈ വല്ലച്ചിറ അമ്മയുടെ. പിന്നെ കാരണയിൽ മഠത്തിലെ എൻ്റെ വിഷ്ണുമായി, ദേവചൈതന്യം, കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തെ മുളയങ്കാവ് ദേവീക്ഷേത്രത്തിലെ, പിന്നെ കൊടകര അഴകം ദുർഗാദേവി ക്ഷേത്രം, മിത്രാനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രം, ചങ്കരയിൽ ക്ഷേത്രം, ചേർപ്പിൽ ഭഗവതി, ഊരകത്തമ്മ. അപ്പൊ ഈ കാസറ്റുകളുടെ പേരൊക്കെ പറയണത് ഊരകത്തുണ്ടൊരമ്മ, കണ്ണന്റെ കിങ്ങിണിനാഥം, അമ്മേനെ കുറിച്ചിട്ടുള്ള പാട്ടുകൾ, അത് മാത്രം. പിന്നെ എൻ്റെ കണ്ണന്റെ കിങ്ങിണിനാഥം, എൻ്റെ കൃഷ്ണ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടാ, അപ്പൊ ഈ നാടക ഈ ആൽബങ്ങൾക്ക് അല്ലാണ്ട് ഓണപ്പാട്ടുകൾ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഓണപ്പാട്ട് അത് കാസറ്റ് ഒന്നല്ല, അതൊരു ഓരോ സ്റ്റേജുകൾക്ക് ചെയ്ത് അത് കുറച്ച് കഴിഞ്ഞാൽ പോവും. ഇപ്പൊ ഇവിടെ ഒരു മുതിർന്ന മുത്തുകൾ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്, വയസ്സായ ആൾക്കാർ. അവരെ പാട്ട് എഴുതി അന്നത്തെ പരിപാടി കഴിഞ്ഞ് അത് മടക്കി വെച്ചു, ഏടന്നെ കാണില്ല. അപ്പൊ അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പൊ ആനിച്ചേട്ടാ, അപ്പൊ നമ്മള് ഇപ്പൊ ചേട്ടൻ 180ഓളം പാട്ടുകൾ എഴുതി, ഒരു 5-6 കാസറ്റുകൾക്ക് സംഗീതം ചെയ്തു, അതേമാതിരി തന്നെ ഓണപ്പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം എന്നാലും ചേട്ടൻ്റെ ഓർമ്മയിൽ വരുന്ന ചേട്ടൻ ചെയ്തിട്ടുള്ള ഒരു 2-3 പാട്ടുകൾ, അതിൽ 2 വരി ചേട്ടൻ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഞാൻ ആദ്യം അവനെ ചാത്തൻ്റെ ചെയ്യാം. കാലക്കേടെല്ലാം നീ കാറ്റിൽ പറുത്തണേ, കാരുണ്യവർഷം ഒഴിക്കണേ സ്വാമി, അങ്ങനെ പാട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിത്ര വൈകുന്നു കണ്ണാ നീ എന്നോടെ ഈ ജന്മസാഫല്യം സഫലമാക്കാൻ. പിന്നെ ഒരാത്തമ്മല് നടേശൻ വിദ്യാറിൻ്റെ അനിയൻ നടേശ് ശങ്കർ പാടിയില്ല. ഉരകത്തെ അമ്മ എന്നെ മകനായി കരുതേണം, ഭക്തരെ മക്കളായി കാണുമമ്മേ, മനസ്സൊരു ശ്രീമൂലസ്ഥാനമായി ചമച്ചിടാം, അതിൽ വന്നു ദിനമമ്മ കുടികൊള്ളണേ, അവിടെ ദിനമമ്മ വസിച്ചിടണേ. താങ്ക് യു. അപ്പോൾ അതേമാതിരി തന്നെ ഇപ്പോൾ ചേട്ടൻ്റെ പാട്ടുകൾ പാടി. അപ്പോൾ ഈ പാട്ടുകളൊക്കെ ചേട്ടൻ ആരെ കൊണ്ടാണ് പാടിപ്പിച്ചിട്ടുള്ളത്? ഇപ്പം ഇത്തരം പാട്ടുകൾ അത് യേശുദാസ്
സാറുണ്ടല്ലോ, ദാസേട്ടൻ, അദ്ദേഹം ഒഴിച്ചിട്ട് ഇപ്പോഴത്തെ എല്ലാ കലാകാരന്മാരോടും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, വരുന്ന മ്യൂസിഷ്യൻ വിളിക്കും. എനിക്ക് മുഴുവൻ ആൾക്കാരറിയില്ല. ഇപ്പം നമ്മൾ ചാത്തോടുത്ത് വന്നപ്പോൾ ആ മധു ബാലകൃഷ്ണനെ കുട്ടിക്കാലത്ത് കൊണ്ടുവന്ന അനിയേട്ടനല്ലേ, ഇപ്പം അദ്ദേഹത്തിനോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല, ആള് വളർന്ന്. അപ്പോൾ അവിടെ എല്ലാം നമ്മളറിയാണ്ടും ഇല്ല. ഇവിടെ ആന്റണി, ജയചന്ദ്രൻ, ശ്വേത, ഗായത്രി, ബ്രഹ്മാനന്ദൻ സാറിൻ്റെ മകൻ, മധു ബാലകൃഷ്ണൻ, ഗായത്രി, അങ്ങനെ ഒരുപാട്, ഗായത്രി പറഞ്ഞോന്നും അറിയില്ല, പക്ഷെ ആ ഒരുപാട് ആൾക്കാരുണ്ട്. മണികണ്ഠൻ, അജുമോൻ MC, അങ്ങനെ കുറെ ഗായകരുണ്ട്. പറഞ്ഞാൽ നമുക്ക് ഈ എപ്പിസോഡിൽ തീരില്ല. അപ്പൊ അത്യാവശ്യമുള്ളവരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ക്ഷമ ചോദിക്കാം, നിങ്ങളല്ല ചോദിക്കണ്ടേ. എന്താ വെച്ചാൽ എനിക്ക് ഓർമ്മയിൽ വരുന്നല്ലേ പറയാൻ പറ്റില്ല. വന്നത് ഇപ്പൊ വേണ്ടപ്പെട്ട ആൾക്കാർ, ജയേട്ടൻ, മധു ബാലകൃഷ്ണൻ, ആന്റണി, ദീപ, ആ കുട്ടീനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ദീപ, പിന്നെ നടേശ് ശങ്കർ, വിദ്യാരന്റെ അനിയൻ. അയാൾ മ്യൂസീഷ്യനാണ്, പക്ഷെ നമ്മളോട് അങ്ങനെ മ്യൂസീഷ്യന്റെ പോസ് ഒന്നും കാണിക്കാറില്ല. നമ്മൾ പറഞ്ഞ പാട്ട് അദ്ദേഹം പാടും, അവിടുത്തെ ഇടപാട് തീർത്ത ആള് പോവുകയും ചെയ്യും. അല്ലാണ്ട് ഇപ്പൊ അതിലൊന്നും വേറെ വിശേഷമില്ല. ഞാൻ കണ്ടമാനം പാട്ട് പാടിയിട്ട് കാര്യമില്ലല്ലോ, കുറെ പാടാണ്ടാവും. ചേട്ടൻ ചെയ്തു വെച്ചിട്ടുള്ള പാട്ടുകളില് ആളുകള് ഏറ്റി പാടിയിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ലെവലിലേക്ക് ആൾക്കാർ കൊണ്ടുപോയിട്ടുള്ള, ആൾക്കാർ പറഞ്ഞിട്ടുള്ള, അനിച്ചേട്ടാ ഈ പാട്ട് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോണില്ല, അങ്ങനെ തൃപ്തി ആയിട്ടുള്ള പാട്ടുകളായിരുന്നു. അത് ഞാൻ മിത്രാനന്തപുരം വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഒരു പാട്ട് ഞാൻ ചെയ്തു. അത് എൻ്റെ മനസ്സിന്റെ സങ്കടം തന്നെയാണ്. അത് സൂപ്പർ ഹിറ്റാണ്. ആര് കേട്ടാലും കരയും. ഒരു മനുഷ്യനാണെങ്കിൽ അവന് മനസ്സുണ്ടെങ്കിൽ അവന്റെ കണ്ണീന്ന് 2 ഡ്രോപ്പ് വരുന്നു. അത് ഞാൻ മൂളി തരാം. ഉറ്റവരുടയവർ കൈയൊഴിഞ്ഞാലുമെന്നെ രക്ഷിപ്പാൻ വാമന മൂർത്തിയില്ലേ, നിത്യവും ദർശന ഭാഗ്യം നൽകിയിടുന്ന മിത്രാനന്ദ പുരത്തെ തേവരില്ലേ, എൻ്റെ ജീവിതമൈശ്വര്യപൂർണ്ണമാക്കാൻ. അനിച്ചേട്ടാ, അപ്പോൾ ഇത്രയും സമയം അനിച്ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അനിച്ചേട്ടൻ ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഒരുപാട് നല്ല പാട്ടുകൾ, നല്ല സംഗീതങ്ങൾ അനിച്ചേട്ടനിൽ നിന്ന് ഉണ്ടാവട്ടെ. അതേമാതിരി ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അനിച്ചേട്ടൻ്റെ ഒപ്പം ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് അനിച്ചേട്ടനിൽ നിന്ന് ഒരുപാട് പാട്ടുകൾ ഇനി കേൾക്കാനുണ്ട്. ആ സംഗീതം ഞങ്ങൾക്കും കൂടി അനുഭവിക്കണം. അപ്പോൾ ഇത്ര നേരം ഞങ്ങളുടെ ഒപ്പം അനിച്ചേട്ടൻ്റെ സമയം ഞങ്ങൾക്ക് തന്നതിന് അനിച്ചേട്ടനോട് പ്രത്യേക നന്ദിയുണ്ട്. നമസ്കാരം. ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇനിയും നല്ല വീഡിയോസുകളുമായിട്ട് ഇനി ഞാൻ വരും. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.